ഈ തദ്ദേശ തിരഞ്ഞെടുപ്പാണല്ലോ വലിയ വാർത്തയും വലിയ വിശേഷവും ഒക്കെ. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയൊക്കെ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഉച്ചയ്ക്ക് 3 മണിവരെ വരണാധികാരികൾക്ക് നോട്ടീസ് നൽകാം. ഇതിന് ശേഷമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. വിമതരെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെയും. ഹാൻസ് വിവരങ്ങളുമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ചിത്രം തെളിയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ അവസാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ? ഒപ്പം തന്നെ ഇപ്പം എല്ലാ മുന്നണിയും ഒന്നല്ല എല്ലാ മുന്നണിക്കും തലവേദനയാകുന്നത് വിമത ശല്യമാണ്. ഈ വിമതന്മാരെ അനുനയിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു ഹാൻസ്? സേതു, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിനമാണ് ഇന്ന്. കാരണം ഈ പത്രിക ഇന്ന് പിൻവലിക്കാം. ഇന്ന് വൈകിട്ട് 3 മണിവരെ ഇത് സംബന്ധിച്ച് നോട്ടീസ് വരണാധികാരിക്ക് അതാത് സ്ഥാനാർത്ഥികൾക്ക് നൽകാമെന്നുള്ളതാണ്. പക്ഷേ ഈ പത്രിക ഈ പിൻവലിക്കുന്നതിനേക്കാളുപരി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ പോലെ തന്നെ ഇത്തവണയും വലിയ രീതിയിലുള്ള വിമത ശല്യം സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. LDF-നാവട്ടെ UDF-നാവട്ടെ ഇരു മുന്നണികൾക്കും വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുന്നതാണ് വിമതർ. പക്ഷേ BJP-ക്ക് വലിയ കാര്യമായി അല്ലെങ്കിൽ NDA സഖ്യത്തിന് വലിയ കാര്യമായിട്ട് ഇത്തവണ വിമത സ്ഥാനാർത്ഥികളില്ല. അതുകൊണ്ട് തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ വിമതരെ അനുനയിപ്പിക്കുക എന്നുള്ളത് നിർണായകമാണ്. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് മുൻനിർത്തിയുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കോർപ്പറേഷനിലാവട്ടെ, ഗ്രാമപഞ്ചായത്തുകളാവട്ടെ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലടക്കം വലിയ രീതിയിലുള്ള വിമത ശല്യമുണ്ട്. അത് ഒഴിവാക്കാനുള്ള അവസാന സമയമാണിത്. 3 മണിവരെയുള്ള സമയം. ഇതിനിടയിൽ വേണം ഈ വിമത സ്ഥാനാർത്ഥികളെ ഒഴിവാക്കാനായിട്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നണികൾ ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം K മുരളീധരൻ പറഞ്ഞത് UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിമതരുണ്ടെങ്കിൽ അവർ സ്വമേധയാ പിന്മാറണം, അല്ലാത്ത പക്ഷം പാർട്ടിയിൽ നിന്ന് പുറത്താണെന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നീട് തിരിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയൊന്നും ഉണ്ടാകില്ല എന്നുള്ള വാർണിംഗ് ഒക്കെ നേതാക്കൾ നൽകിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന സമയത്തിലേക്ക് കടക്കുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ കണക്ക് പ്രകാരം നിലവിൽ 1,07,211 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. 1,54,547 നാമനിർദ്ദേശ പത്രികകൾ അംഗീകരിച്ചതിൽ നിന്നാണ് ഇത്രയും സ്ഥാനാർത്ഥികളുള്ളത്. അതിൽ 2,479 നാമനിർദ്ദേശ പത്രികകൾ തള്ളുകയും ചെയ്തു. എന്തായാലും നിലവിലെ ഒരു ചിത്രമനുസരിച്ച് 1,00,000-ലധികം സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് മത്സരിക്കുന്നുണ്ട്. പക്ഷേ അന്തിമ ചിത്രം ഇന്ന് വൈകിട്ടേ അറിയാൻ കഴിയൂ. അതിനിടയിൽ ആരൊക്കെ അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളും എന്നുള്ളത് നിർണായകമാണ്. അവസാന നിമിഷം വരെ നമുക്കത് കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതിനുശേഷം ഇന്ന് വൈകിട്ട് 3 മണിക്ക് ശേഷം ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തുടനീളമുള്ള അവസാനഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരോ റിട്ടേണിംഗ് ഓഫീസർമാരോ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. എന്തായാലും അന്തിമ ചിത്രം 3 മണിക്ക് ശേഷം അറിയാൻ കഴിയും. സേതു. ഓക്കെ ഹാൻസേ, ശരി. അപ്പോൾ ഹാൻസാണ് വിശദമായ വിവരങ്ങൾ അറിയിച്ചത്. ഇന്നിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രമൊക്കെ പൂർണ്ണമായിട്ട് തെളിയുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇനി നാളെ തൊട്ടാണ് റിയൽ പരിപാടികളൊക്കെ ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പം തന്നെ എല്ലായിടവും വോട്ട് ചോദിപ്പും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ കുറേയും കൂടിയൊക്കെ എല്ലാം കൊണ്ടും സജ്ജമായി കഴിയുമല്ലോ, പൂർണ്ണമായിട്ടുള്ള ചിത്രം തെളിയില്ല. അപ്പോൾ നാളെ തൊട്ട് പരിപാടികളൊക്കെ കൂടുതൽ ഉഷാറായിട്ട് നടക്കുന്നൊരു ദിവസം കൂടിയാകും തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്.